ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. മക്കബായരുടെ ചരിത്ര പുസ്തകങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് സെലൂക്യരുടെ ഒരു വലിയ സൈന്യം മക്കബായർക്കെതിരെ നീങ്ങുന്നതും എമ്മാവൂസ് കേന്ദ്രമാക്കി അവർ തമ്പടിക്കുന്നതും നമ്മൾ വായിച്ച് കേട്ടു. ഈ സമയം തങ്ങൾക്കെതിരെ വരുന്ന വലിയ സെലൂക്യ സൈന്യത്തെ കണ്ട് ഭയന്ന് ദൈവമായ കർത്താവിൽ ആശ്രയം തേടിക്കൊണ്ട് പ്രാർത്ഥനയിൽ ആയിരിക്കുന്ന മക്കബായരെയും ഇസ്രായേല്യരെയും നമ്മൾ മിസ്പായിലും കാണുകയാണ്. എമ്മാവൂസ് എന്ന സ്ഥലത്ത് വലിയ ശത്രു സൈന്യം തമ്പടിച്ചിരിക്കുന്നു. മിസ്പ എന്ന സ്ഥലത്ത് മക്കബായർ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥന നിരതരായിരിക്കുന്നു. ഇങ്ങനെ രണ്ടിടങ്ങളിലായി ഒത്തുകൂടിയിരിക്കുന്ന രണ്ട് സൈനിക നിരകളെക്കുറിച്ചുള്ള വായനയാണ് നമ്മൾ ഇനി തുടർന്ന് നടത്താൻ പോകുന്നത്. മക്കബായരുടെ പുസ്തകത്തിൻ്റെ ഒന്നാം പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. അവിടെ ഗോർജിയാസിൻ്റെയും മക്കബായരുടെ തലവനായിരുന്ന ജൂദാസ് മക്കബേയൂസിൻ്റെയും പടയൊരുക്കങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ സമയം സാധ്യമെങ്കിൽ നിങ്ങളും എന്നോടൊപ്പം വിശുദ്ധ ഗ്രന്ഥം ഒന്ന് കയ്യിലെടുക്കുക. മക്കബായരുടെ 1-ാം പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. യഹൂദരുടെ പാളയത്തിൽ മിന്നലാക്രമണം നടത്തുന്നതിന് ഗോർജിയാസ് 5000 ഭടന്മാരെയും മികച്ച 1000 കുതിരപ്പടയാളികളെയും കൂട്ടി രാത്രിയിൽ പുറപ്പെട്ടു. കോട്ടയിൽ താമസിച്ചിരുന്നവരാണ് അവന് വഴികാട്ടിയത്. യൂദാസ് ഇതറിഞ്ഞ് തൻ്റെ ശക്തരായ സഹചരന്മാരോടുകൂടി എമ്മാവൂസിലുള്ള രാജസൈന്യത്തെ ആക്രമിക്കാൻ പുറപ്പെട്ടു. സൈന്യം അപ്പോൾ പാളയത്തിൽ ഉണ്ടായിരുന്നില്ല. ഗോർജിയാസ് രാത്രി യൂദാസിൻ്റെ പാളയത്തിലെത്തിയപ്പോൾ ആരെയും കണ്ടില്ല. അവർ ഓടി രക്ഷപ്പെടുകയാണ് എന്ന് പറഞ്ഞ് അവൻ അവരെ തെരഞ്ഞ് മലമുകളിലേക്ക് പോയി. പ്രഭാതമായപ്പോൾ യൂദാസ് 3000 പേരോടുകൂടി സമതലത്തിലെത്തി. ആവശ്യത്തിന് വാളും പരിചയും അവർക്കുണ്ടായിരുന്നില്ല. വിജാതീയരുടെ പാളയം കോട്ടകളാൽ സുരക്ഷിതവും കുതിരപ്പടയാൽ വലയിതവുമാണെന്ന് അവൻ കണ്ടു. പടയാളികൾ യുദ്ധപരിശീലനം നേടിയവരുമായിരുന്നു. യൂദാസ് അനുചരന്മാരോട് പറഞ്ഞു, അവരുടെ എണ്ണം കണ്ട് പരിഭ്രമിക്കേണ്ട. അവർ ആക്രമിക്കുമ്പോൾ ഭയപ്പെടുകയും അരുത്. സൈന്യസമേതം അനുധാവനം ചെയ്ത ഫറവോയിൽ നിന്ന് ചെങ്കടലിൽ വെച്ച് നമ്മുടെ പിതാക്കന്മാർ രക്ഷിക്കപ്പെട്ടതെങ്ങനെയെന്ന് ഓർക്കുവിൻ. അവിടുന്ന് നമ്മിൽ പ്രസാദിച്ച് നമ്മുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും നമ്മെ ആക്രമിക്കുന്ന ഈ സൈന്യത്തെ ഇന്ന് നശിപ്പിക്കുകയും ചെയ്യേണ്ടതിന് നമുക്ക് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. ഇസ്രായേലിനെ രക്ഷിക്കുന്ന ഒരു വിമോചകനുണ്ടെന്ന് വിജാതീയർ അപ്പോൾ അറിയും. അന്ത്യോക്യസ് എപ്പിഫാനസ് നാലാമൻ രാജാവിൻ്റെ
റീജൻ്റായിരുന്ന ലിസിയാസിൻ്റെ കീഴിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു സെലൂസിഡ് ജനറലായിരുന്നു ഗോർജിയാസ്. ഗോർജിയാസിൻ്റെ നേതൃത്വത്തിൽ വലിയ ഒരു സെലൂക്യ സൈന്യം എമ്മാവൂസിൽ തമ്പടിച്ചിരിക്കുകയായിരുന്നു. ഈ സമയം യൂദാസ് മക്കബേവൂസിൻ്റെ നേതൃത്വത്തിലുള്ള മക്കബായർ മിസ്പായിലും തമ്പടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട ഈ വചനഭാഗത്ത് യൂദാസ് മക്കബേയൂസിൻ്റെ യുദ്ധതന്ത്രം, ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസം, ദൈവാശ്രയത്വം എന്നിവ സുവിദിതമാകുന്നുണ്ട്. മിസ്പായിൽ യഹൂദ സമ്മേളനത്തെ ആക്രമിക്കാൻ ഗോർജിയാസും സൈന്യവും പദ്ധതിയിടുന്നു. ഇക്കാര്യം യൂദാസ് മക്കബേയൂസ് അറിയുകയാണ്. അതിനാൽ തങ്ങൾ നിലകൊണ്ടിരുന്ന മിസ്പായിൽ തന്നെ നിൽക്കാതെ ശത്രു സൈന്യം പാളയമടിച്ചിരിക്കുന്ന എമ്മാവൂസിലേക്ക്, താഴ്വരകളിലേക്ക് യൂദാസ് മക്കബേവൂസ് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചെറു സൈന്യത്തെ നയിച്ചുകൊണ്ട് പോവുകയാണ്. എന്തുകൊണ്ടാണ് യൂദാസ് മക്കബേവൂസ് ഒരുപക്ഷേ കുറച്ചുകൂടി സുരക്ഷിതമായിരുന്ന മലനിരകളിലെ മിസ്പായിലെ തങ്ങളുടെ കേന്ദ്രം വിട്ട് ശത്രുസൈന്യം അധിവസിച്ചിരുന്ന, തമ്പടിച്ചിരുന്ന താഴ്വരയിലെ ആ സൈനിക സങ്കേതത്തിലേക്ക് തൻ്റെ സൈന്യവുമായി പോകുന്നത്? അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്, നേരിട്ട് ഗോർജിയാസിൻ്റെ ഒരു സൈന്യവുമായി, വളരെ വിപുലമായ സൈന്യം, ആ സൈന്യവുമായി ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടൽ പരാജയപ്പെടും എന്ന വ്യക്തമായ ബോധ്യം യൂദാസ് മക്കബേയൂസിനുണ്ടായിരുന്നു. അതേസമയം ഗോർജിയാസ് തൻ്റെ സൈന്യവുമായി, അതായത് ഗോർജിയാസിൻ്റെ സെലൂക്യ സൈന്യം, എമ്മാവൂസിൽ പാളയമടിച്ചിരുന്നവർ വലിയ ഒരു സംഖ്യ സൈന്യവുമായി തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി തങ്ങൾ ആയിരിക്കുന്നിടത്തേക്ക് നീങ്ങുമ്പോൾ അവരറിയാതെ മറ്റൊരു വഴിയെ ഇവരുടെ പാളയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ അവശേഷിച്ചിരുന്ന ചെറിയ ഒരു സൈന്യത്തെ നേരിടാനും തോൽപ്പിക്കാനും തനിക്കാകും എന്ന യുദ്ധതന്ത്രം യൂദാസ് മക്കബേയൂസിനുണ്ടായിരുന്നു. അതായത്, ചെറിയ വാക്കിൽ പറഞ്ഞാൽ, ശത്രു സൈന്യം തമ്പടിച്ചിരുന്നിടത്തു നിന്നും വലിയൊരു വിഭാഗം തങ്ങളെ ആക്രമിക്കാനായി തങ്ങളായിരിക്കുന്നിടത്തേക്ക് യാത്രയാകുമ്പോൾ മറ്റൊരു വഴിയെ ശത്രുപാളയത്തിലേക്ക് കടന്ന് അവിടെ അവശേഷിച്ചിരിക്കുന്ന സൈന്യത്തെ അവരെ കൊല്ലുകയും ശത്രുപാളയം കീഴടക്കുകയും ചെയ്യുക എന്ന അതീവ പ്രധാനമായ ഒരു യുദ്ധതന്ത്രമാണ് യൂദാസ് മക്കബേവൂസ് ഇവിടെ അവലംബിക്കുന്നത്. യൂദാസിൻ്റെ സൈന്യബലം കേവലം 3000 അംഗങ്ങൾ മാത്രമായിരുന്നു. വളരെ ചെറിയൊരു സൈന്യം. ഗോർജിയാസിൻ്റേത് ഇതിൻ്റെ ഏതാണ്ട് 13 ഇരട്ടിയായിരുന്നു. അതായത് 40,000-ഓളം വരുന്ന സൈന്യം ഗോർജിയാസിന് ഉണ്ടായിരുന്നു. ആയുധബലത്തിലും സൈനിക പരിശീലനത്തിലും സെലൂക്യ സൈന്യം ബഹുദൂരം മുന്നിലായിരുന്നു എന്നർത്ഥം. പോരാത്തതിന് യൂദാസിനും കൂട്ടർക്കും ആവശ്യത്തിന് ആയുധങ്ങൾ പോലും യുദ്ധം ചെയ്യാനായി ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: പ്രഭാതമായപ്പോൾ യൂദാസ് 3000 പേരോടുകൂടെ സമതലത്തിലെത്തി. ആവശ്യത്തിന് വാളും പരിചയും അവർക്കുണ്ടായിരുന്നില്ല. വിജാതീയരുടെ പാളയം കോട്ടകളാൽ സുരക്ഷിതവും കുതിരപ്പടയാൽ വലയിതവുമാണ് എന്ന് അവർ കണ്ടു. പടയാളികൾ യുദ്ധപരിശീലനം നേടിയവരുമായിരുന്നു. സാധാരണഗതിയിൽ മാനുഷികമായ ഒരു കാഴ്ചപ്പാടിൽ നോക്കിയാൽ
യൂദാസ് മക്കബേയൂസും മക്കബായരുടെ സൈന്യവും നടത്തുന്നത് ആത്മഹത്യാപരമായ ഒരു നീക്കമാണ്. അവർ ശത്രുപാളയത്തിലേക്കാണ് കടന്നു ചെല്ലുന്നത്. ശത്രുപാളയം സുരക്ഷിതമാണ്. ശത്രുപാളയത്തിലായിരിക്കുന്ന സൈനികരുടെ കയ്യിൽ ആവശ്യത്തിന് യുദ്ധോപകരണങ്ങളുണ്ട്. അവർ സൈനിക പരിശീലനം നേടിയവരാണ്. എന്നാൽ അവരെ നേരിടാനായി കടന്നു പോകുന്ന യൂദാസ് മക്കബേയൂസിൻ്റെ സൈന്യം വളരെ ചെറുതാണ്. ആവശ്യത്തിനുള്ള യുദ്ധോപകരണങ്ങൾ പോലും കൈവശമില്ലാതെ അവർ ശത്രുപാളയത്തിലേക്ക് പോവുകയാണ്. പിന്നെ എന്ത് കാരണം കൊണ്ടാണ്? ഒരുപക്ഷെ ആത്മഹത്യാപരം എന്ന് നമുക്ക് ചിന്തിക്കാവുന്ന ഇത്തരത്തിലുള്ള ഒരു സൈനിക മുന്നേറ്റം യൂദാസ് മക്കബേയൂസിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. അതിനുള്ള കാരണം യൂദാസ് മക്കബേയൂസ് തന്നെ തൻ്റെ അനുചരന്മാരോട് പറയുന്നുണ്ട്. ഈ വലിയ സെലൂക്യ സൈന്യത്തെ കണ്ട് പരിഭ്രമിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് യൂദാസ് മക്കബേയൂസ് പറയുകയാണ്. യൂദാസ് അനുചരന്മാരോട് പറഞ്ഞു, അവരുടെ എണ്ണം കണ്ട് പരിഭ്രമിക്കേണ്ട, അവർ ആക്രമിക്കുമ്പോൾ ഭയപ്പെടുകയുമരുത്. സൈന്യസമേതം അനുധാവനം ചെയ്ത ഫറവോയിൽ നിന്ന് ചെങ്കടലിൽ വെച്ച് നമ്മുടെ പിതാക്കന്മാർ രക്ഷിക്കപ്പെട്ടതെങ്ങനെയെന്ന് ഓർക്കുവിൻ. ഈജിപ്തിലെ അതിശക്തനായ ഫറവോയുടെ സൈന്യവും കേവലം അടിമകളായിരുന്ന ഇസ്രായേൽക്കാരും തമ്മിൽ ഉണ്ടായിരുന്ന അതേ അന്തരം ഇന്ന് അതിശക്തമായ സെലൂക്യ സൈന്യവും മക്കബായരുടെ സൈന്യവും തമ്മിൽ ഉണ്ട് എന്ന് പറയുകയാണ്. ഈജിപ്തിലെ ഫറവോയുടെ അതിശക്തമായ സൈന്യം എപ്രകാരമാണ് ചെങ്കടലിന് സമീപം പരാജിതരായത് എന്ന ചരിത്രം ഓർത്തെടുത്തുകൊണ്ട് പൂർവപിതാക്കന്മാരുടെ കാലത്ത് അതിശക്തമായ ഒരു സൈന്യത്തിൻ്റെ മേൽ അത്ഭുതകരമായ വിജയം നൽകിയ ദൈവമായ കർത്താവ് ഇന്നും ഒരു വിജയം അത്ഭുതകരമാം വിധം തങ്ങൾക്ക് നൽകും എന്ന ഉറപ്പ് യൂദാസ് മക്കബേയൂസിനുണ്ട്. ആ ഉറപ്പും ആത്മവിശ്വാസവും ദൈവമായ കർത്താവിലുള്ള വിശ്വാസവുമാണ് ഒരു ബലമായി യൂദാസ് തൻ്റെ കൂടെയുള്ള ആളുകളുടെ മനസ്സിൽ നിറയ്ക്കുന്നത്. അവൻ പറയുകയാണ്, നമുക്ക് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. നമ്മുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഓർക്കുകയും നമ്മെ ആക്രമിക്കുന്ന ഈ സൈന്യത്തെ ഇന്ന് നശിപ്പിക്കുകയും ചെയ്യേണ്ടതിന് നമുക്ക് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. ഇവിടെ നമ്മൾ രണ്ട് സൈന്യങ്ങളെ കാണുന്നു. ഒരു സൈന്യം അവരുടെ ബലത്തിൽ, അവരുടെ സൈനിക ബലത്തിൽ, അവരുടെ കായികക്ഷമതയിൽ, അവരുപയോഗിക്കുന്ന യുദ്ധോപകരണങ്ങളിൽ, അവരുടെ അസംഖ്യം വരുന്ന സൈനികരിൽ ആശ്രയം വയ്ക്കുമ്പോൾ, മറുഭാഗത്ത് മക്കബായ സൈന്യം ദൈവമായ കർത്താവിൽ ആശ്രയം വെക്കുന്നു. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ പുറപ്പാട് യാത്രയുടെ തുടക്കത്തിൽ ചെങ്കടലിൻ്റെ സമീപം ഫറവോയുടെ വലിയ സൈന്യത്തെ പരാജയപ്പെടുത്തി അടിമകളായിരുന്ന ഇസ്രായേൽ ജനത്തിന് വിമോചനം നൽകിയ ശക്തനായ ദൈവത്തിൽ അവർ ആശ്രയം വെക്കുന്നു. അവരുടെ ചരിത്രവടികളിൽ ഉടനീളം അത്ഭുതകരമായ വിധത്തിൽ ഇടപെട്ടിട്ടുള്ള ദൈവത്തിൽ അവർ ആശ്രയം വെക്കുന്നു. അടിയുറച്ച പ്രാർത്ഥനയും ദൈവവിശ്വാസവും അസാധ്യമായ ഒരു യുദ്ധവിജയം അവർക്ക് കരഗതമാക്കും എന്ന് അവർ വിശ്വസിക്കുകയാണ്. അടുത്തതായി അത്ഭുതകരമായ വിധത്തിൽ അവർ വിശ്വസിച്ചതുപോലെ തന്നെ ദൈവം ഗോർജിയാസിൻ്റെയും സൈന്യത്തിൻ്റെയും മേൽ അവർക്ക് നൽകുന്ന യുദ്ധവിജയത്തെക്കുറിച്ച് നമുക്ക് വായിക്കാം. തുടർന്ന് മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം 12 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ നമുക്കിപ്പോൾ വായിക്കാം. വിജാതിയർ തല ഉയർത്തി നോക്കിയപ്പോൾ യഹൂദ സൈന്യം എതിരെ വരുന്നത് കണ്ടു. അവർ യുദ്ധസന്നദ്ധരായി പാളയത്തിൽ നിന്ന് പുറത്തു വന്നു. യൂദാസിൻ്റെ ആളുകൾ കാഹളം മുഴക്കി. യുദ്ധം ആരംഭിച്ചു. വിജാതിയർ പരാജിതരായി സമതലത്തിലേക്ക് പലായനം ചെയ്തു. പിൻനിരയിലുണ്ടായിരുന്നവരെ വാളിനിരയാക്കിക്കൊണ്ട് യൂദാ സൈന്യം ശത്രുക്കളെ ഗസാറ, ഇദുമയ സമതലം, അസോത്തൂസ്, യാംനിയ എന്നിവിടങ്ങൾ വരെ പിന്തുടർന്ന് 3000-ഓളം പേരെ വധിച്ചു. അനന്തരം യൂദാസും പടയാളികളും മടങ്ങിപ്പോന്നു.
യൂദാസ് ജനത്തോട് പറഞ്ഞു, നിങ്ങൾ കൊള്ളവസ്തുക്കളെ മോഹിക്കരുത്. നമുക്ക് ഇനിയും യുദ്ധം ചെയ്യാനുണ്ട്. ഗോർജിയാസും സൈന്യവും മലകളിൽ അടുത്തു തന്നെയുണ്ട്. ഇപ്പോൾ ശത്രുക്കളെ ചെറുത്തു തോൽപ്പിക്കുവിൻ. പിന്നീട് കൊള്ള മുതൽ യഥേഷ്ടം കൈക്കലാക്കാം. യൂദാസ് ഇത് പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ മലകളിൽ നിന്ന് ഒരു പടനീക്കം കാണാറായി. തങ്ങളുടെ സൈന്യത്തെ യഹൂദർ തുരത്തിയെന്നും പാളയത്തിന് തീവച്ചെന്നും അവർ മനസ്സിലാക്കി. ഉയർന്നുകൊണ്ടിരുന്ന പുക ഇതിന് തെളിവായിരുന്നു. സംഭവം മനസ്സിലാക്കിയപ്പോൾ ഭയവിഹ്വലരായ അവർ യൂദാസിൻ്റെ സൈന്യം സമതലത്തിൽ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നത് കണ്ട് ഫിലിസ്ത്യരുടെ നാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അനന്തരം യൂദാസും കൂട്ടനും ശത്രുപാളയം കൊള്ളയടിക്കാൻ മടങ്ങി വന്നു. ധാരാളം സ്വർണവും വെള്ളിയും നീലധൂമ്രവർണ്ണങ്ങളിലുള്ള വസ്ത്രങ്ങളും വിലയേറിയ മറ്റു സാധനങ്ങളും അവർക്ക് ലഭിച്ചു. മടങ്ങിപ്പോരും വഴി അവർ ദൈവത്തിന് സ്തുതികളും കീർത്തനങ്ങളും പാടി. എന്തെന്നാൽ അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. അങ്ങനെ ഇസ്രായേലിന് അന്ന് വലിയൊരു വിമോചനം കൈവന്നു. അവിശ്വസനീയമായ ഒരു യുദ്ധവിജയം, അസാധ്യമായിരുന്ന ഒരു യുദ്ധവിജയം ഇവർക്ക് ഇപ്പോൾ കരഗതമായിരിക്കുകയാണ്. ശത്രുസൈന്യം യുദ്ധത്തിൽ പരാജിതരായി സ്വദേശത്തേക്ക് മടങ്ങുന്നു. നമുക്കറിയാം, ഇവിടെ യൂദാസ് മക്കബേയൂസ് അവലംബിച്ച യുദ്ധതന്ത്രം ഇതാണ്. തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ശത്രു സൈന്യത്തിൻ്റെ വലിയൊരു ഭാഗം തങ്ങൾ ആയിരുന്നിടത്തേക്ക്, തങ്ങൾ തമ്പടിച്ചിരുന്നിടത്തേക്ക് അവർ മുന്നേറിയപ്പോൾ ആ ശത്രു സൈന്യം കാണാതെ അവിടം വിട്ട് ശത്രു സൈന്യത്തിൻ്റെ പാളയത്തിലേക്ക് കടന്നു ചെല്ലുന്ന യുദ്ധതന്ത്രം. അങ്ങനെ ശത്രു സൈന്യത്തിൻ്റെ പാളയത്തിലേക്ക് യൂദാസ് മക്കബേയൂസും മക്കബായ സൈന്യവും കടന്നു ചെല്ലുന്നത് കണ്ടപ്പോൾ അപ്രതീക്ഷിതമായ ഈ സൈനിക നീക്കത്തെ ചെറുക്കാനുള്ള മനസ്സുറപ്പ്, ധൈര്യം, നേതൃത്വം ശത്രു സൈന്യത്തിന് ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. കാരണം അവരിലെ പ്രഗത്ഭരായ ആളുകളും നേതാക്കളും മുഴുവൻ യഹൂദരെ, മക്കബായരെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി മിസ്പായിലേക്ക് യാത്ര പോയിരിക്കുകയാണ്. അതുകൊണ്ട് വിജാതീയ സൈന്യത്തിൻ്റെ പാളയത്തിൽ അവശേഷിച്ചിരുന്ന ആളുകൾ പരാജയം സമ്മതിക്കുന്നു. അതിനെക്കുറിച്ച് പറയുകയാണ്, യുദ്ധം ആരംഭിച്ചു. വിജാതീയർ പരാജിതരായി സമതലത്തിലേക്ക് പലായനം ചെയ്തു. പിൻനിരയിലുണ്ടായിരുന്നവരെ വാളിനിരയാക്കിക്കൊണ്ട് യൂദാ സൈന്യം ശത്രുക്കളെ ഗസാറ, ഇദുമയ സമതലം, അസോത്തൂസ്, യാംനിയ എന്നിവിടങ്ങൾ വരെ പിന്തുടർന്ന് 3000-ഓളം പേരെ വധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കിയുണ്ടായിരുന്ന പാളയത്തിൽ അവശേഷിച്ചിരുന്ന സെലൂക്യ സൈന്യം വലിയ ഒരു പരാജയം ഏറ്റുവാങ്ങുകയാണ്. അവർ കടന്നു പോകുന്ന സ്ഥലങ്ങൾ ഗസാറ എന്ന നഗരത്തിലൂടെ പോകുന്നു കുറേ ആളുകൾ, മറ്റു ചിലർ ഇദുമയ സമതലത്തിലേക്ക് പോകുന്നു, മറ്റു ചിലർ അസോത്തൂസ് എന്ന് പറയുന്ന സ്ഥലത്തേക്കും യാംനിയയിലേക്കുമൊക്കെ പോവുകയാണ്. ഗസാറ എന്ന നഗരം എമ്മാവൂസ് നഗരത്തിൽ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറുള്ള ഒരു സ്ഥലമാണ്. അവിടെ സെലൂക്യരുടെ ഒരു കോട്ടയുണ്ടായിരുന്നു. അവിടെയാണ് ഒരു വിഭാഗം ശത്രു സൈന്യത്തിലെ ആളുകൾ അഭയം പ്രാപിക്കുന്നത്. മറ്റൊരു വിഭാഗം ഏദോമ്യരുടെ നാടായ ഇദുമയയിലേക്ക് പോവുകയാണ്. കാരണം ഈ സെലൂക്യ സൈന്യത്തിൻ്റെ ഭാഗമായി ഇദുമയക്കാരും അക്കാലത്ത് ഉണ്ടായിരുന്നു. അവർ സ്വദേശത്തേക്ക് തിരിച്ചോടുകയാണ്. മൂന്നാമതൊരു വിഭാഗം പോകുന്നത് അസോത്തൂസിലേക്കാണ്. അസോത്തൂസ് എന്നത് അഷ്ദോദ് എന്ന നഗരത്തിൻ്റെ ഗ്രീക്ക് ഭാഷയിലെ മറ്റൊരു പേരാണ്. അഷ്ദോദ് എന്നത് പലസ്തീനയിലെ പെൻറ്റാപോളിസ് 5 പ്രധാന നഗരങ്ങളിലെ ഒരു നഗരമായിരുന്നു. ഫിലിസ്ത്യരുടെ പെൻറ്റാപോളിസുകളിൽ ഒന്നായിരുന്ന അഷ്ദോദിലേക്കാണ് ഒരു വിഭാഗം ആളുകൾ പോകുന്നത്. ഈ അഷ്ദോദ് എന്നത് ഗാസയ്ക്കും യോപ്പായ്ക്കും മധ്യേയുള്ള ഒരു പട്ടണമായിരുന്നു. അങ്ങനെ ചുരുക്കത്തിൽ വിജാതീയ സൈന്യം പരാജയം സംഭവിച്ചുകൊണ്ട് ജീവനും കൊണ്ട് തങ്ങളുടെ സുരക്ഷിത താവളങ്ങളിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ്. ഈ സമയം യൂദാസ് മക്കബേയൂസും കൂട്ടരും അവർ താമസിച്ചിരുന്ന പാളയത്തിൻ്റെ ചില ഭാഗങ്ങൾക്ക് തീയിടുന്നു. ആ തീയിൽ നിന്ന് ഒരു പുക ഉയർന്ന് പൊങ്ങുകയാണ്.
യഹൂദരെ മിസ്പായിൽ കാണാതെ മലനിരകളിലൂടെ അലഞ്ഞു നടഞ്ഞതിന് ശേഷം ഗോർജിയാസും സൈന്യവും തിരികെ വരുമ്പോൾ അങ്ങകലെ മലമുകളിൽ നിന്നുകൊണ്ട് അവർ താഴ്വരയിൽ നടക്കുന്ന ഒരു സംഭവം കാണുന്നു. തങ്ങളുടെ ബേസ് ക്യാമ്പ്, തങ്ങളുടെ പാളയം ഇതാ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ പാളയം ആക്രമിക്കപ്പെടുകയും തീ വെച്ച് നശിപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കാരണം അതിനുള്ള അടയാളമായിരുന്നു അവിടെ നിന്നും ഉയർന്നു പൊങ്ങിക്കൊണ്ടിരുന്ന പുക. പുകയുന്ന പാളയം, പുകയുന്ന ബേസ് ക്യാമ്പ്, ഇത് മനഃശാസ്ത്രപരമായ ഒരു ഘടകം കൂടിയാണ്. കാരണം ഗോർജിയാസും സൈന്യവും തങ്ങളുടെ ആസ്ഥാനം നഷ്ടപ്പെടുന്നത് കാണുകയാണ്. ഇത് അവരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കും എന്ന് യൂദാസ് മക്കബേയൂസിന് കൃത്യമായ ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം അദ്ദേഹം നടത്തിയത്. പാളയം കത്തിച്ചത് യൂദാസ് മക്കബേയൂസിൻ്റെ തന്ത്രപരമായ ബുദ്ധിയെ കാണിക്കുകയാണ്. ഇത് ഗോർജിയാസിനെയും സൈന്യത്തെയും സമ്മർദ്ദത്തിലാക്കുന്നു, പിൻവലിയാനുള്ള അവരുടെ മാർഗം തന്നെ തടസ്സപ്പെടുത്തുകയും ചെയ്യുകയാണ്. അങ്ങനെ അവരും സാധിക്കുന്ന വിധത്തിൽ ഓടി രക്ഷപ്പെട്ട് യുദ്ധത്തിൽ നിന്നും പിൻവലിയുകയാണ്. അങ്ങനെ യുദ്ധത്തിൽ നിന്ന് പരാജിതരായി വലിയ ഒരു സൈന്യം യുദ്ധത്തിൽ നിന്ന് പരാജിതരായി അവരുടേതായ സുരക്ഷിത താവളങ്ങളിലേക്ക് തിരികെ ഓടുമ്പോൾ യൂദാസ് മക്കബേയൂസും കൂട്ടരും അവരുടെ പാളയത്തിലേക്ക് കടന്നു കയറി ശത്രു സൈന്യത്തിൻ്റെ വിലപിടിച്ച വസ്തുവകകൾ സ്വന്തമാക്കുകയാണ്. ധാരാളം സ്വർണവും വെള്ളിയും നീല ധൂമ്രവർണ്ണങ്ങളിലുള്ള വസ്ത്രങ്ങളും വിലയേറിയ മറ്റു സാധനങ്ങളും അവർക്ക് ലഭിച്ചു. യൂദാസും കൂട്ടരും ശത്രു സൈന്യത്തിൻ്റെ പാളയം കൊള്ളയടിക്കുകയാണ്. എങ്ങനെയാണ് ഈ ശത്രു സൈന്യത്തിൻ്റെ പാളയത്തിൽ ഇത്തരത്തിലുള്ള വിലപിടിച്ച വസ്തുക്കൾ, സ്വർണവും വെള്ളിയും വിലയേറിയ മറ്റു വസ്തുക്കളും വന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു. ഗോർജിയാസിൻ്റെ നേതൃത്വത്തിൽ യഹൂദരെ വക്കവായരെ ആക്രമിക്കാനായി ഒരു സൈന്യം പുറപ്പെട്ടപ്പോൾ അവർ പോരുന്ന വഴിയിലുള്ള വർത്തക സംഘങ്ങളിൽപ്പെട്ട കച്ചവടക്കാരെല്ലാം ഇവരുടെ കൂടെ കൂടുന്നുണ്ട്. കാരണം ഈ കച്ചവടക്കാർക്കെല്ലാം ഉറപ്പുണ്ടായിരുന്നു, തീർച്ചയായും ഈ യുദ്ധത്തിൽ യഹൂദർ പരാജിതരാകും. യൂദാസ് മക്കബേയൂസിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സൈന്യം തീർച്ചയായും പരാജിതരാകുമെന്നും അങ്ങനെ പരാജിതരാകുന്ന ഇവരെ യുദ്ധത്തടവുകാരായി അടിമകളായി പിടിക്കുമെന്നും അങ്ങനെ യുദ്ധത്തടവുകാരായി അടിമകളായി പിടിക്കപ്പെടുന്ന യഹൂദരെ വില കൊടുത്ത് മേടിക്കുന്നതിന് വേണ്ടി, അവരെ അടിമകളായി സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള പണമാണ്, യഹൂദരെ വിലയ്ക്ക് വാങ്ങാനുള്ള പണമായിട്ടാണ് സ്വർണവും വെള്ളിയും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളുമൊക്കെ ഇവർ കൊണ്ടുവന്നത്. തിരിഞ്ഞോടുന്നതിനിടയിൽ കച്ചവടക്കാരുൾപ്പെടെ പട്ടാളക്കാരുൾപ്പെടെ മുഴുവൻ ആളുകൾക്കും അവരുടെ സ്വർണവും വെള്ളിയും വിലപിടിപ്പുള്ളതെല്ലാം അവിടെ ഉപേക്ഷിച്ച് ഓടിപ്പോകേണ്ടി വന്നു. ചുരുക്കത്തിൽ തങ്ങളെ അടിമകളാക്കി വിലയ്ക്ക് വാങ്ങാനായി കൊണ്ടുവന്ന സ്വർണവും വെള്ളിയുമൊക്കെ ശത്രുപാളയം കൊള്ളയടിച്ചുകൊണ്ട് യഹൂദർ സ്വന്തമാക്കുന്നു. അങ്ങനെ അടിമക്കച്ചവടക്കാരുടെ വലിയ സ്വത്ത് പോലും യഹൂദർക്ക് സ്വന്തമായി തീരുകയാണ്. ദൈവം നൽകിയ വിജയമാണ് ഇത്. അവിശ്വസനീയമായ ഒരു യുദ്ധവിജയമാണിത്. അതുകൊണ്ട് തന്നെ മടങ്ങിപ്പോകുന്ന വഴിയിൽ അവർ ദൈവത്തെ സ്തുതിക്കുന്നു. മടങ്ങിപ്പോരും വഴി അവർ ദൈവത്തിന് സ്തുതികളും കീർത്തനങ്ങളും പാടി. അങ്ങനെ ഇസ്രായേൽ ജനത്തിന് അന്ന് വലിയൊരു വിമോചനം കൈവന്നു. യുദ്ധത്തിന് ശേഷം ഈ ജനം മിസ്പായിലേക്ക് തിരികെ യാത്ര നടത്തുകയാണ്. യുദ്ധത്തിന് മുന്നോടിയായി തങ്ങൾ പ്രാർത്ഥിക്കാനായി, ഉപവസിക്കാനായി, ദൈവത്തെ വിളിച്ചപേക്ഷിക്കാനായി കൂടിയിരുന്ന അതേ മിസ്പായിലേക്ക് ഈ ജനം യുദ്ധാനന്തരം വിജയശ്രീലാളിതരായി ഒരു യാത്ര നടത്തുന്നു. ഒരു തീർത്ഥാടനം എന്ന പോലെയാണ് അവരുടെ തിരികെ യാത്ര. കാരണം കൃതജ്ഞതയോടെ സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അവർ യാത്ര നടത്തുകയാണ്. ഒരു വിലാപത്തോടെ തുടങ്ങിയ യാത്രയായിരുന്നു മിസ്പായിൽ നിന്നും അവരുടേത്. മിസ്പായിൽ നിന്നും ഒരു വിലാപത്തോടെ അനുതാപ ശുശ്രൂഷയാൽ ആരംഭിച്ച യുദ്ധം ഇപ്പോഴിതാ ആഹ്ലാദത്തിൽ അവസാനിപ്പിക്കാൻ ദൈവം ഇടവരുത്തിയിരിക്കുന്നു. അങ്ങനെ ദൈവമായ കർത്താവിനെ പ്രകീർത്തിച്ചുകൊണ്ട് കീർത്തനങ്ങൾ പാടിക്കൊണ്ട് ഒരു പുതിയ പുറപ്പാടിൻ്റെ സന്തോഷത്തിൽ യൂദാസ് മക്കബേയൂസിൻ്റെ നേതൃത്വത്തിലുള്ള
മക്കബായ സൈന്യം മിസ്പായിലേക്ക് ഒരു തീർത്ഥയാത്ര എന്ന പോലെ നീങ്ങുന്നു. ഇതേ സമയം ഗോർജിയാസിൻ്റെ നേതൃത്വത്തിലുള്ള സെലൂക്യ സൈന്യം പരാജയമേറ്റുവാങ്ങിക്കൊണ്ട് തങ്ങൾക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ട് അപമാനിതരായി, ഇത്രയും വലിയൊരു സൈന്യം യൂദാസ് മക്കബേയൂസിൻ്റെ നേതൃത്വത്തിലുള്ള ചെറു സൈന്യത്തോട് ഏറ്റുമുട്ടാൻ പോലും സാധിക്കാതെ അപമാനിതരായി അവർ സ്വദേശങ്ങളിലേക്കും മടങ്ങുകയാണ്. ഇനിയുള്ള കഥ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം.